ഈ അടുത്ത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഒരു 3 lakh rupees ഫൈൻ വന്നത്, ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് MCA. കേട്ടിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരും കമ്പനി വേഗം പെട്ടെന്ന് ഫോർമേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടുത്തെ കേസിലേ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ആയിട്ട് ഒരു സ്ഥലം കാണിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ ആ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കംപ്ലൈൻറ്റ് കമ്പനിയിലേക്ക്, രജിസ്ട്രേഡ് ഓഫീസിലേക്ക് ഒരാൾ അയക്കുകയാണ് ചെയ്യുന്നത്, ഒരു ലെറ്റർ അയക്കുകയാണ് ചെയ്യുന്നത്. ഈ ലെറ്റർ യഥാർത്ഥത്തിൽ അവിടെ റിസീവ് ചെയ്യാതെ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസിൽ ഓഫീസ് അവേഴ്സിൽ ഡെലിവർ ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ലെറ്റർ അവിടെ റിസീവ് ചെയ്യണമല്ലോ. അപ്പോൾ ചെയ്യാതെ തിരിച്ചു വരുമ്പോൾ ഇയാൾ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്, MCAക്ക് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ ഒരു പെനാൽറ്റി വരുന്നത്. അത് ശരി. നമുക്ക് ഇത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി സംഭവിക്കുന്നതാണ്. കമ്പനി വേഗം ഫോർമേഷൻ ചെയ്യും, പിന്നീട് ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കും, കമ്പനി ഓഫീസ് മാറും, അതേസമയത്ത് ആ സംഗതികൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, MCAയിൽ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലും ഈ രൂപത്തിലൊരു ആക്ഷൻസ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ രൂപത്തിൽ പെനാൽറ്റി കിട്ടും. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു ക്ലയൻസ് ഉണ്ടായിരുന്നു, അവരുടെ ഒരു പേയ്മെൻറ്റ് ഡ്യൂ ആയിട്ട് അവർക്ക് ലീഗൽ നോട്ടീസ് അയച്ചു. ആ ലീഗൽ നോട്ടീസ് 3 തവണയും മടങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളൊരു MCAക്ക് ഒരു കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ കമ്പനികൾക്കെതിരെ ഈ രൂപത്തിൽ എന്ത് ചെയ്യും, ആക്ഷൻസ് വരും. വലിയ എമൗണ്ട് പെനാൽറ്റിക്ക് വരുമ്പോൾ ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്ത കമ്പനികളൊക്കെ ആണെങ്കിൽ ഒരു വലിയ പ്രയാസമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കോവർക്കിംഗ് സ്പേസസിലൊക്കെ ആയിട്ട് അവിടെ പലരും രജിസ്റ്റേർഡ് ഓഫീസാക്കി കാണിച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവർ മെയിൻറ്റെയിൻ ചെയ്യുക, അവിടെ അറ്റ്ലീസ്റ്റ് ലെറ്റർ റിസീവ് ചെയ്യാനെങ്കിലും ആൾ വേണമെന്നാണ് ഇത് മനസ്സിലാവുന്നത്. ഇപ്പോൾ കമ്പനി ഫോർമേഷൻ്റെ സമയത്ത് ഈ വെർച്വൽ ഓഫീസൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഫോർമേഷൻ ചെയ്യും, എന്നിട്ട് 1-2 മാസം കൊണ്ട് തന്നെ ആ പ്ലാൻ തന്നെ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ലെറ്ററും കാര്യങ്ങളും ഒന്നും അവർക്ക് എന്തെങ്കിലും ഡെലിവറി ആവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്നും എന്ത് ചെയ്യുന്നു, തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവർക്കും കമ്പനിക്കും ഡയറക്ടേഴ്സിന് ഇൻഡിവിജ്വൽ ആയിട്ടും ഒക്കെയാണ് പെനാൽറ്റി ചാർജ് ചെയ്യുന്നത്. ഈ കേസിലും കമ്പനിക്കും 2 ഡയറക്ടേഴ്സിനുമാണ് പെനാൽറ്റി ഉള്ളത്. ടോട്ടലി 3 lakhs.